ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വീട്ടിലെ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് എണ്ണ കാച്ചൽ. വെറും പച്ച ഇലകളും ഔഷധപ്പൂവും മാത്രം ഉപയോഗിച്ചിട്ടുള്ള എണ്ണ കാച്ചൽ. ഞങ്ങളെടുത്തത് മൈലാഞ്ചി ഇല, ഇത് കയ്യോന്നി, നല്ല കഞ്ഞെണ്ണി, കൃഷ്ണ തുളസി, പനിക്കൂർക്ക, കറ്റാർവാഴ, ചെമ്പരത്തിപ്പൂവ്, പൂവാൻ മുരിങ്ങില. ഇത്രമാത്രം മതി. ഉലുവ, എള്ള് അങ്ങനത്തെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നമ്മുടെ പരിസരത്തുള്ള ഈ കുറച്ച് ചെടികൾ മാത്രം ഉപയോഗിച്ചാണ് ഇന്ന് എണ്ണ കാച്ചുന്നത്. കറിവേപ്പില കൂടുതൽ ഇന്ന് എടുക്കുന്നില്ല. ഇന്ന് കറിവേപ്പില പൊട്ടിച്ചിട്ടില്ല, ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ കറിവേപ്പില മാത്രം ചേർത്തിട്ട് എണ്ണ കാച്ചത് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് കറിവേപ്പില എടുക്കുന്നില്ല. ഇടയ്ക്കൊരു ദിവസം അതും തേക്കാലോ വേണ്ടുന്നവർക്ക്. ഞാൻ പിന്നെ ഈ കറ്റാർവാഴയൊന്നിട്ട് കാച്ചിയ എണ്ണ ഉപയോഗിക്കില്ല. തണുപ്പ് പിടിച്ചാൽ ഞാൻ ഈ പനിക്കൂർക്കയും കൃഷ്ണ തുളസിയും മാത്രം ചേർത്തിട്ട് എണ്ണ കാച്ചിയതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി വിതറിയിട്ട് തേക്കലാണ് സാധാരണ പതിവ്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാച്ചി വെക്കലാണ്. അവരടുത്ത് വരുന്നുണ്ട്, അപ്പോൾ കാച്ചി റെഡിയാക്കി വെക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് വീട്ടിന് ചുറ്റുമുള്ളത് പറിച്ചു കൊണ്ടുവന്നതാണ്. ഇതാകുമ്പോൾ എളുപ്പത്തിൽ കാച്ചാലോ, വെറുതെ കളയുന്ന ചെടിയല്ലേ, റെഡിയാക്കി വെക്കാം.